സെമസ്റ്റർ 4 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 2-ൽ മൊഡ്യൂൾ 1-ലെ തിയറി പോർഷൻ നമുക്ക് നോക്കാം. റെസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി, 1660 സോഷ്യൽ ലൈഫ് ഓഫ് ഇംഗ്ലണ്ട് ഇൻ ദ റെസ്റ്റോറേഷൻ ഏജ്, ലിറ്ററേച്ചർ ഇൻ ദ റെസ്റ്റോറേഷൻ ഏജ്, റെസ്റ്റോറേഷൻ തിയേറ്റർ, കോമഡി ഓഫ് മാനേഴ്സ്, ഹീറോയിക് ട്രാജഡി, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും അഗസ്റ്റൻ ഏജിനെ കുറിച്ചും നിയോ ക്ലാസിക്കൽ പോയട്രിയെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 1 തിയറി പോർഷനകത്ത് നോക്കുന്നത്. അതായത് യൂണിറ്റ് 1, 2, 3 ആണ് ഈ ഒരു ഓഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത്. സോ റെസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി 1660-ലാണ് ഹാപ്പൻ ചെയ്തത്. എന്താണ് റീസ്റ്റോർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോമൺവെൽത്ത്, ഒലിവർ ക്രോംവെലിൻ്റെ കീഴിലുള്ള പ്യൂരിറ്റൻ കോമൺവെൽത്ത് കൊളാപ്സ് ആയപ്പോൾ രാജാവിനെ തിരികെ കൊണ്ടുവന്നു. അതായത് ചാൾസ് ഫസ്റ്റിനെ ബിഹഡ് ചെയ്തിട്ടാണ്, അതായത് തല വെട്ടിയിട്ടാണ്, എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് പിന്നെ പ്യൂരിറ്റൻ റൂള്, അതായത് ഒലിവർ ക്രോംവെലിൻ്റെ റൂള് ഇംഗ്ലണ്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അപ്പോൾ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഒലിവർ ക്രോംവെൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊണാർക്കി റീസ്റ്റോർ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജഭരണം തിരികെ കൊണ്ടുവന്നു. അതായത് ചാൾസ് 2-നെ ക്രൗൺ ചെയ്ത് തിരിച്ച് ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ റെസ്റ്റോറേഷൻ്റെ മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ സിവിൽ വാറും ഒക്കെ ഹാപ്പൻ ചെയ്യുന്നുണ്ടായിരുന്നു. സിവിൽ വാർ എന്ന് വെച്ചാൽ ആഭ്യന്തര യുദ്ധം. അതായത് ഈ കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നവരും പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരും തമ്മിൽ വഴക്കായിരുന്നു. ഇപ്പോൾ കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ റോയലിസ്റ്റുകളെന്ന് വിളിക്കുന്നു, പാർലമെൻറ്റേറിയൻസിനെ നമ്മൾ വിളിക്കുന്നത്, അതായത് പാർലമെൻറ്റേറിയൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോംവെൽ പോലെയുള്ള ആളുകളായിരുന്നു. അപ്പോൾ കിങ് ചാൾസ് ഫസ്റ്റിനെ 1649 എക്സിക്യൂട്ട് ചെയ്തു ഈ സിവിൽ വാറിന് ശേഷം. അങ്ങനെ ഇംഗ്ലണ്ട് ഒരു റിപ്പബ്ലിക്കായിട്ട് മാറി. അങ്ങനെയാണ് നമ്മൾ പ്യൂരിറ്റൻ കോമൺവെൽത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒലിവർ ക്രോംവെല്ലാണ് ഇംഗ്ലണ്ടിനെ റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് കൊടുത്ത ടൈറ്റിൽ എന്ന് വെച്ചാൽ ലോർഡ് പ്രൊട്ടക്ടർ എന്നായിരുന്നു. എന്നുവെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്യൂരിറ്റൻ റൂളായിരുന്നു അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ആളുകളുടെ ഇടയിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്തു. സ്ട്രിക്റ്റ് റൂൾസ് എന്ന് വെച്ചാൽ ഒരു രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റും പാടില്ല. തിയേറ്റേഴ്സ് എല്ലാം 1642 അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ചാൾസ് ഫസ്റ്റിൻ്റെ മരണത്തിന് ശേഷം ഒലിവർ ക്രോംവെൽ അവിടെ അധികാരത്തിലെത്തുന്നു ഇംഗ്ലണ്ടിൽ. അപ്പോൾ ആ പീരീഡിനെയാണ് നമ്മൾ കോമൺവെൽത്ത് പീരീഡ് എന്ന് പറയുന്നത്. പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്നത്. അപ്പം റോയലിസ്റ്റുകൾക്ക് എതിരായിരുന്നു. റോയലിസ്റ്റുകൾ എന്ന് വെച്ചാൽ കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. അങ്ങനെ ഒലിവർ ക്രോംവെൽ ലോർഡ് പ്രൊട്ടക്ടറായിട്ട് ഇംഗ്ലണ്ടിൽ റൂൾ ചെയ്തു. അപ്പോൾ ഈ ഒലിവർ ക്രോംവെലിൻ്റെ റൂളിൻ്റെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്തൊരു റൂളായിരുന്നു. വെച്ചാൽ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള മൊറാലിറ്റി ആയിരുന്നു അവർ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഒരു എൻ്റർടൈൻമെൻറ്റും പാടില്ല, ഒരു ഡ്രാമ, പ്ലേ റൈറ്റ്സ് ഒന്നും പറ്റത്തില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഇംഗ്ലണ്ട് ഒരു വല്ലാത്തൊരു സ്റ്റാഗ്നേഷൻ പീരീഡിലായിരുന്നു കേട്ടോ. ലിറ്ററേച്ചറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആയിട്ട് ആളുകളുടെ ഇടയിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വന്നു. അങ്ങനെ 1658 ക്രോംവെല്ലിൻ്റെ മരണത്തിന് ശേഷം പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഇൻക്രീസ് ചെയ്തു. എന്നുവെച്ചാൽ ആരും റൂൾ ചെയ്യാനില്ലല്ലോ. ആൻഡ് അതുപോലെ തന്നെ ഒലിവർ ക്രോംവെല്ലിൻ്റെ മകനായിട്ടുള്ള റിച്ചാർഡ് ക്രോംവെല്ലിനും നല്ല രീതിയിൽ ഗവേൺ ചെയ്യാനും പറ്റിയില്ല. 1660 അങ്ങനെ എന്ത് ചെയ്തു, പാർലമെൻറ്റുകാർ തന്നെ മുൻകൈ എടുത്ത് ചാൾസ് 2, അതായത് ചാൾസ് ഫസ്റ്റിൻ്റെ മകനെ അദ്ദേഹത്തിനെ ബാനിഷ് ചെയ്തേക്കുമായിരുന്നു. ചാൾസ് സെക്കൻഡിനെ ബാനിഷ് ചെയ്തേക്കുമായിരുന്നു. തിരികെ കൊണ്ടുവരുവാണ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് തിരിച്ച് ഇംഗ്ലണ്ടിലോട്ട് മൊണാർക്കായിട്ട്. അപ്പോൾ ആ ഒരു ഇവൻറ്റിനെയാണ് നമ്മൾ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. മൊണാർക്കിയെ റീസ്റ്റോർ ചെയ്തു, അതായത് ചാൾസ് 2-നെ തിരികെ വിളിച്ചു രാജാവാക്കാൻ. അങ്ങനെ റെസ്റ്റോറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, പ്യൂരിറ്റൻസിൻ്റെ റൂളിനെ അല്ലെങ്കിൽ ഡോമിനൻസിനെ എൻഡ് ചെയ്തു. അങ്ങനെ മൊണാർക്കി അത് റിവൈവ് ചെയ്തു. എൻ്റർടൈൻമെൻറ്റും തിയേറ്റേഴ്സ് എല്ലാം ഓപ്പൺഡായി മാറി. ചാൾസ് 2-നെ അവർ വിളിച്ചിരുന്നതെന്ന് വെച്ചാൽ മെറി മൊണാർക്ക് എന്നായിരുന്നു. മെറി എന്ന് വെച്ചാൽ ഹാപ്പി. കാരണം അദ്ദേഹത്തിന് എല്ലാ രീതിയിലുള്ള പ്ലഷർ, ലക്ഷറി, തിയേറ്റർ, മ്യൂസിക്, സോഷ്യൽ സെലിബ്രേഷൻസ് എല്ലാം അദ്ദേഹം റിവൈവ് ചെയ്തു. അങ്ങനെ റെസ്റ്റോറേഷൻ പീരീഡ് ലിറ്ററേച്ചറിലാണെങ്കിലും ആർട്സിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും നല്ല സ്വാതന്ത്ര്യമുള്ളൊരു പീരീഡായിരുന്നു. ഓക്കെ, ആ പ്യൂരിറ്റൻ റെസ്ട്രിക്ഷൻസ്, ഇയേഴ്സ് ഓഫ് പ്യൂരിറ്റൻ റെസ്ട്രിക്ഷൻസിന് ശേഷം ഒരു കൈൻഡ് ഓഫ് റീബർത്ത് ആയിരുന്നു ഇംഗ്ലണ്ടിൽ ഹാപ്പൻ ചെയ്തത്. തിയേറ്റേഴ്സ് എല്ലാം തുറന്നു. അതുപോലെ തന്നെ എന്താണ്, സയൻറ്റിഫിക് പ്രോഗ്രസ് ഉണ്ടായിരുന്നു. അങ്ങനെ റോയൽ സൊസൈറ്റി എന്ന് പറഞ്ഞ് രാജാവ് ഒരു സംഭവം കൊണ്ടുവന്നു, അതായത് സയൻറ്റിഫിക് റിസർച്ചിനും എക്സ്പെരിമെൻസിനും വേണ്ടി. റെസ്റ്റോറേഷൻ പീരീഡിൽ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, വിഗ്സ് ആൻഡ് ടോറീസ് തമ്മിൽ. പിന്നെ അത് രണ്ടും പൊളിറ്റിക്കൽ പാർട്ടീസായിട്ട് മാറി. പിന്നെ എന്താണ്, ഈ ഒരു ടൈമിലുണ്ടായിരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേഗ് വന്നു ലണ്ടനിൽ 1665. അതുപോലെ തന്നെ
1666 ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടനും ഹാപ്പൻ ചെയ്തു. അപ്പോൾ ചാൾസ് ദ സെക്കൻഡിൻ്റെ റൂളിൻ്റെ സമയത്തായിരുന്നു ഈ രണ്ട് മേജർ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സും ഹാപ്പൻ ചെയ്തു. ഒന്ന് ഗ്രേറ്റ് പ്ലേഗ് വന്നു, രണ്ടാമത്തത് ഗ്രേറ്റ് ഫയർ എന്നും പറഞ്ഞു. പിന്നെ റെസ്റ്റോറേഷൻ കൾച്ചർ എന്ന് പറയുമ്പം എന്താണ്, ഫ്രഞ്ച് ഈ ചാൾസ് ദ സെക്കൻഡ് പിന്നെ അദ്ദേഹത്തിനെ ബാനിഷ് ചെയ്തപ്പോൾ ഫ്രാൻസിലായിരുന്നു അദ്ദേഹം പോയി ജീവിച്ചിരുന്നത്. സോ അദ്ദേഹത്തിന് തിരികെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം കുറച്ച് ഫ്രഞ്ച് കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസും കൂടി ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ റെസ്റ്റോറേഷൻ ഏജ് എന്ന് പറയുന്നത് എന്താണ്, എന്താ പറയുക, ഭയങ്കര എൻ്റർടൈൻമെൻറ്റിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു ഏജായിരുന്നു. ഇനി ഈ ഒരു സമയത്ത് സോഷ്യൽ ലൈഫ് എങ്ങനെയായിരുന്നു ഇംഗ്ലണ്ടിൽ? റെസ്റ്റോറേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന അത്രയും കാലം തിയേറ്ററുകളെല്ലാം അടച്ചിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ ഭയങ്കര അണ്ടർ ദി സ്ട്രിക്റ്റ് റെസ്ട്രിക്ഷൻസ് ഓഫ് ഒലിവർ ക്രോംവെല്ലിൽ ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ റെസ്റ്റോറേഷൻ സൊസൈറ്റി രാജാവ് വന്നതിന് ശേഷം തിയേറ്റേഴ്സ് എല്ലാം ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും കുറച്ചും കൂടി പ്ലഷർ ലവിങ് ആൻഡ് ഫാഷനബിൾ ആയിട്ട് മാറി. അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾ ഡാൻസിങ്ങും ഗാംബ്ലിങ്ങും ഡ്രിങ്കിങ്ങും ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ് ഒക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ലണ്ടൻ ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസിൻ്റെ ഹബ്ബായിട്ട് മാറി. കോഫി ഹൗസസ് ഒക്കെ വരാൻ തുടങ്ങി. കോഫി ഹൗസസ് ഒക്കെ പൊളിറ്റിക്കൽ ഡിസ്കഷൻസിനും ഈ ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള ഡിബേറ്റ്സിനും ബിസിനസ് മീറ്റിംഗ്സിൻ്റെയൊക്കെ സെൻറ്റർ ആവാൻ തുടങ്ങി കോഫി ഹൗസസ്. സ്ത്രീകൾക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടി. കാരണം ആ സമയത്ത് പ്യൂരിറ്റൻ്റെ ഏജിലൊക്കെ അവർക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. അവർക്ക് റെസ്റ്റോറേഷൻ ഏജിൽ തിയേറ്റേഴ്സിലൊക്കെ പോകാൻ സാധിച്ചു. സോഷ്യൽ ഗ്യാതറിങ്സ് ഒക്കെ അവർ ഓപ്പണായിട്ട് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ടൈം ഇൻ ഇംഗ്ലീഷ് തിയേറ്റർ ഹിസ്റ്ററിയിൽ സ്ത്രീകൾക്ക് സ്റ്റേജിലൊക്കെ ആക്ട് ചെയ്യാനൊക്കെ പെർമിഷൻ കിട്ടി. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾ തന്നെയായിരുന്നു ഫീമെയിൽ റോൾസ് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്കും റെസ്റ്റോറേഷൻ ഏജിൽ എന്ത് ചെയ്യാൻ പറ്റി, റോൾസൊക്കെ പ്ലേ ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു, ഫ്രഞ്ച് ഫാഷൻ ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതായത് റിച്ച് ആയിട്ടുള്ള ആളുകൾ വിഗ് ഉണ്ടല്ലോ, നമ്മുടെ തലയിൽ വെക്കുന്ന വിഗ് ധരിക്കാൻ തുടങ്ങി. എക്സ്പെൻസീവ് പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. സൊസൈറ്റി കുറച്ചും കൂടി മോറൽ സൈഡിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലൂസ് ആവാൻ തുടങ്ങി. അഡൾട്ടറി, എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ഒക്കെ കോമൺ ആവാൻ തുടങ്ങി. അപ്പോൾ റിച്ചും പുവർ വർക്കിംഗ് ക്ലാസ്സും തമ്മിലുള്ളൊരു ഡിവൈഡും ഈ ഒരു സമയത്ത് ഹാപ്പൻ ചെയ്തു. പക്ഷേ ട്രേഡും കൊമേഴ്സും ഒക്കെ സ്ട്രെങ്തൻ ചെയ്തു. അങ്ങനെ മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ കൂടാൻ തുടങ്ങി ഇംഗ്ലണ്ടിൽ. സയൻറ്റിഫിക് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അവർ പിന്നെന്താണ്, അതുപോലെ തന്നെ ഈ ഒരു ഏജിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പബ്ലിക് എൻ്റർടൈൻമെൻറ്റ്, തിയേറ്റേഴ്സും ഫെയർസും മ്യൂസിക് പെർഫോമൻസസും ഒക്കെ ഹൈലി പോപ്പുലർ ആവാൻ തുടങ്ങി. പിന്നെ ന്യൂസ് പേപ്പർ കൾച്ചറും കോഫി ഹൗസ് ഡിബേറ്റ്സും ഒക്കെ വളരെ പോപ്പുലർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഡിസ്കഷൻസ് ഒരുപാട് ഹാപ്പൻ ചെയ്തിരുന്നു. അപ്പം ഒരു സ്ഥലത്ത് ഫ്രീഡവും പ്ലഷറും ഉണ്ടെങ്കിലും മറ്റേ സ്ഥലത്ത് കറപ്ഷനും ആർട്ടിഫിഷ്യാലിറ്റിയൊക്കെ നല്ല രീതിയിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. ഇനി റെസ്റ്റോറേഷൻ ഏജിൻ്റെ ലിറ്ററേച്ചറിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററേച്ചർ ഞാൻ പറഞ്ഞല്ലോ, ലിറ്ററേച്ചറിനും എൻ്റർടൈൻമെൻറ്റിനും എല്ലാം ബാൻഡായിരുന്നു. സോ ഇയാളുടെ മരണത്തിന് ശേഷം പിന്നെന്താണ്, ചാൾസ് ടൂവിനെ മൊണാർക്കായിട്ട് റെസ്റ്റോർ ചെയ്ത സമയത്ത് 1660 റെസ്റ്റോറേഷൻ ലിറ്ററേച്ചർ ഡെവലപ്പ് ആവാൻ തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സറ്റയറും റിയലിസവും ഇൻ്റലക്റ്റിനുമായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, അല്ലാതെ ഇമോഷൻസിനല്ലായിരുന്നു. അപ്പോൾ റൈറ്റേഴ്സ് പ്യൂരിറ്റൻസിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ചും ഒക്കെ എഴുതാൻ തുടങ്ങി, റിയാക്ട് ചെയ്ത് എഴുതാൻ തുടങ്ങി. വേൾഡ്ലി പ്ലഷേഴ്സും ഹ്യൂമൻ വീക്ക്നെസ്സിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് എഴുതാൻ തുടങ്ങി. അപ്പോൾ ഡ്രാമയായിരുന്നു മോസ്റ്റ് ഡൊമിനൻ്റ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. റെസ്റ്റോറേഷൻ റൈറ്റേഴ്സ് ഫ്രഞ്ച് ക്ലാസിക്കൽ ലിറ്ററേച്ചറിലൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടൊക്കെ എഴുതാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഈ രാജാവ് ഫ്രാൻസിലായിരുന്നല്ലോ എക്സൈലായി കിടന്നിരുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരുന്നത്. സോ അദ്ദേഹം തിരികെ വന്നപ്പോൾ ഫ്രഞ്ച് കൾച്ചർ ഇവിടെ നല്ല രീതിയിൽ അദ്ദേഹം അങ്ങ് പോപ്പുലറൈസ് ചെയ്തു. അപ്പോൾ ഫ്രഞ്ച് ലിറ്ററേച്ചറിൻ്റെ ഇൻഫ്ലുവൻസും ഫ്രഞ്ച് കൾച്ചറൊക്കെ ഇവിടെ നല്ല രീതിയിൽ പോപ്പുലറായി. സറ്റയർ ആയിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലിറ്റററി വെപ്പൺ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യാനും പൊളിറ്റിക്സിനെ ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ സറ്റയർ ഉപയോഗിച്ച് റൈറ്റേഴ്സ് എഴുതാൻ തുടങ്ങി. പ്രോസ് റൈറ്റിങ്ങും ഡെവലപ്പ് ചെയ്തു നല്ല രീതി. അതായത് എസ്സേയ്സ്, ഡയറി റൈറ്റിങ്സ്, പൊളിറ്റിക്കൽ റൈറ്റിങ്സ് ഒക്കെ പോപ്പുലറായി. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈറ്റർ എന്ന് പറയുന്നത് ജോൺ ഡ്രൈഡൻ ആയിരുന്നു. ഡ്രൈഡൻ പോയട്രി എഴുതി, ഡ്രാമ എഴുതി, ലിറ്റററി ക്രിറ്റിസിസം, ട്രാൻസ്ലേഷൻസ് ഒക്കെ നടത്തി. പിന്നെന്താണ്, ഈ സമയത്ത് മറ്റ് നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഡ്രാമാസൊക്കെ ഉണ്ടായിരുന്നു. ഹീറോയിക് പ്ലേസും കോമഡി ഓഫ് മാനേഴ്സും വളരെ പോപ്പുലറായിട്ട് മാറി. അതായത് റെസ്റ്റോറേഷൻ പീരീഡിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർബൻ ലൈഫിനെയും അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റിയൊക്കെ ആയിരുന്നു. അപ്പോൾ ലിറ്റററി ക്രിറ്റിസിസം വന്നു ഡ്രൈഡൻ്റെ എസ്സേകളിലൂടെ. പിന്നെന്താണ്, റൈറ്റേഴ്സ് ക്ലാരിറ്റിക്കും റാഷണാലിറ്റിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡയറി പോലെയുള്ള കാര്യങ്ങൾ, റൈറ്റിങ്സ് ഒക്കെ കൂടുതൽ വരാൻ തുടങ്ങി. അങ്ങനെയുള്ളൊരു റൈറ്ററാണ് സാമുവൽ പെപ്പിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറി എന്താ പറയുക, റൈറ്റർ, അതായത് ഡയറിയുടെ രൂപത്തിലൊക്കെ, അതായത് പ്രോസ് റൈറ്റേഴ്സിൽ ഒരാളായിരുന്നു സാമുവൽ പെപ്പിസ് എന്ന് പറയുന്നത്. പിന്നെ റെസ്റ്റോറേഷൻ തിയേറ്ററാണ്. തിയേറ്റേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു പ്യൂരിറ്റൻ റൂൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്ലോസ്ഡ് ആയിരുന്നു 1642. പിന്നീട് 1660 അത് റീഓപ്പൺ ചെയ്തു.
അപ്പോൾ ചാൾസ് II തിയേറ്റർ കമ്പനിക്ക് ലൈസൻസ് ഒക്കെ ഗ്രാൻറ്റ് ചെയ്തു ഡ്രാമയൊക്കെ പെർഫോമൻസ് നടത്താൻ. അങ്ങനെ എന്താണ് കോമഡി ഡ്രാമാസ്, പിന്നെ ഈ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡയലോഗ്സ്, ഗ്ലാമർ, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് റെസ്റ്റോറേഷൻ തിയേറ്റർ ഡ്രാമാസൊക്കെ ഇറക്കി. അപ്പോൾ സ്റ്റേജ് കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് മാറാൻ തുടങ്ങി. ലൈറ്റിങ്ങും കോസ്റ്റ്യൂംസിനും സീനറിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. വിമൺ ആക്ടേഴ്സ് അപ്പിയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് തിയേറ്റർ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ മിക്കവാറും അരിസ്റ്റോക്രാറ്റ്സും അപ്പർ ക്ലാസ് പീപ്പിളും ആയിരിക്കും. പിന്നെ മാനേഴ്സ്, ഫാഷൻസ്, മോറൽ ആറ്റിറ്റ്യൂഡ്സ് ഇതിനെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ള നാടകങ്ങൾ വരാൻ തുടങ്ങി ആ സമയത്ത്. അതിനകത്ത് ഏറ്റവും പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ കോമഡി ഓഫ് മാനേഴ്സ് ആയിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡ്രമാറ്റിക് ഫോം. അതുപോലെ തന്നെ ഹീറോയിക് ട്രാജഡീസും വന്നു. അതായത് ലവിനും ഓണറിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത്. HONO യു ആർ ഓണർ ആണേ. അപ്പോൾ തിയേറ്റേഴ്സിലൊക്കെ എന്താണ് സീനറിയൊക്കെ മൂവബിൾ ആയിട്ടുള്ള സീനറി വെക്കാൻ തുടങ്ങി. പെയിൻറ്റഡ് ബാക്ക് ഡ്രോപ്സുകൾ കൊണ്ടുവരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അതെല്ലാം ഫ്രഞ്ച് തിയേറ്ററിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കൊണ്ടുവരുന്നതാണ്. റെസ്റ്റോറേഷൻ പ്ലേയിലെ ഡയലോഗുകളെല്ലാം വളരെ വിറ്റി ആയിട്ടുള്ള, പോളിഷ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി ഷാർപ്പായിട്ടുള്ള ഡയലോഗ്സ് ആയിരുന്നു. പിന്നെ മാരേജ്, സെഡക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ തീംസ് ആയിട്ട് വരാൻ തുടങ്ങി. ഇമ്പോർട്ടൻറ്റ് പ്ലേ റൈറ്റ്സ് എന്ന് പറയുന്നത് വില്യം വിഷേർലി ഉണ്ടായിരുന്നു, വില്യം കോൺഗ്രീവ് ഉണ്ടായിരുന്നു, ജോർജ് എത്രീജ്. അപ്പോൾ കുറച്ച് ഇമ്മോറലായിട്ടുള്ള കോണ്ടൻറ്റും ഒക്കെ റെസ്റ്റോറേഷൻ തിയേറ്ററിൽ വരാൻ തുടങ്ങി. അതൊക്കെ കുറച്ച് പേര് ക്രിട്ടിസൈസ് ചെയ്തിരുന്നു കേട്ടോ. ഇനി എന്താണ് കോമഡി ഓഫ് മാനേഴ്സ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കോമഡി ഓഫ് മാനേഴ്സ് എന്ന് വെച്ചാൽ. റെസ്റ്റോറേഷൻ ഏജിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു ഡ്രമാറ്റിക് ഫോമാണ്. അത് ഈ റെസ്റ്റോറേഷൻ ഏജിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പർ ക്ലാസ്സിനും ഈ അരിസ്റ്റോക്രാറ്റ്സിനും ഒക്കെ ആയിരുന്നു ഇമ്പോർട്ടൻസ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നു. റിച്ച് ആയിട്ടുള്ള പീപ്പിളിനായിരുന്നു ഇമ്പോർട്ടൻസ് കൂടുതൽ ആ ഒരു സമയത്ത്. അപ്പോൾ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രമാറ്റിക് ഫോമാണ്. അവർ ഈ ഫാഷനബിൾ സൊസൈറ്റിയുടെ മാനേഴ്സിനെയും ബിഹേവിയറിനെയും കളിയാക്കിക്കൊണ്ടുള്ളൊരു ഡ്രാമാറ്റിക് ഫോമായിരുന്നു കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പൊതുവെ പണക്കാരും അവരുടെ ലൈഫ് സ്റ്റൈലിനെയും കളിയാക്കിക്കൊണ്ട് വന്നൊരു ഡ്രമാറ്റിക് ഫോമാണ് കോമഡി ഓഫ് മാനേഴ്സ്. അപ്പോൾ അത് റെസ്റ്റോറേഷൻ ഏജിലാണ് കൂടുതൽ ഫ്ലറിഷ്ഡ് ആയത്. ഈ ഇവരുടെ നാടകങ്ങൾ, ഈ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തീമായിട്ട് വരുന്നത് ലവ് അഫെയർസ്, മാരേജ്, ഈ ഫ്ലേർട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഇതൊക്കെയായിരുന്നു. വളരെ വിറ്റി ആൻഡ് ക്ലെവർ ആയിട്ടുള്ള ഡയലോഗ്സ് ആയിരുന്നു ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരക്ടേഴ്സ് ഉരുളക്കുപ്പേരി പോലുള്ള മറുപടികൾ, ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള രീതിയിലുള്ള തർക്കുത്തരങ്ങൾ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫാഷനബിൾ ലേഡീസാണ്, വളരെ വിറ്റി ജെൻറ്റിൽമെൻ, ജലസ് ഹസ്ബൻഡ്സ് കാണും. അപ്പോൾ ഈ പ്ലോട്ടുകൾ എന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഒരുപാട് കാണും. ഈ ഡിസപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പറ്റിപ്പ് ക്യാരക്ടേഴ്സ് കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഫേക്ക് പ്ലേ ഒക്കെ നടത്തുന്ന ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. മൊറാലിറ്റി ആയിരുന്നു സെൻട്രൽ കൺസേൺ എന്ന് പറയുന്നത്. ലാംഗ്വേജ് വളരെ പോളിഷ്ഡ് ആയിട്ടും എലഗൻ്റ് ആയിട്ടും ഒക്കെ ഉള്ളതായിരിക്കും. മാരേജിനെയാണ് കൂടുതൽ കളിയാക്കുന്നത്. അതായത് ആ സമയത്ത് പണക്കാർ തമ്മിലുള്ള കല്യാണം എന്ന് പറയുമ്പോൾ മാരേജ് എന്ന് പറയുന്നത് അത് ഈ പൈസ നോക്കി, സ്റ്റേറ്റസ് നോക്കി മാത്രമുള്ള കല്യാണമല്ല, അതൊരു റൊമാൻറ്റിക് യൂണിയൻ ഒന്നും അല്ലായിരുന്നു. അതിനെയൊക്കെ കളിയാക്കി സൊസൈറ്റിയുടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ബിഹേവിയറിനെയൊക്കെ മോക്ക് ചെയ്തുകൊണ്ടൊക്കെയുള്ള പ്ലേകളായിരുന്നു ആ സമയത്ത് കോമഡി ഓഫ് മാനേഴ്സായിട്ട് ഇറങ്ങിയിരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വില്യം കോൺഗ്രീവിൻ്റെ ദ വേ ഓഫ് ദ വേൾഡ്, പിന്നെ വില്യം വൈഷേർലിയുടെ ദ കൺട്രി വൈഫ്, പിന്നെ അതുപോലെ തന്നെ ജോർജ് എത്രീജിൻ്റെ ദ മാൻ ഓഫ് മോഡ്. ഇത് ഇത്രയും എന്താണ് ഈ പിന്നെ റിച്ച് പീപ്പിളിനെ കളിയാക്കിക്കൊണ്ടിറങ്ങിയ കോമഡി മാനേഴ്സിൽ വരുന്ന പ്ലേകളായിരുന്നു. ഓക്കെ, ഇനി എന്താണ് നമ്മൾ കോമഡി ഓഫ് മാനേഴ്സ് എന്താണെന്ന് കേട്ടു. ഇനി ഹീറോയിക് പ്ലേസ് ഉണ്ടായിരുന്നു, ഹീറോയിക് ഡ്രാമാസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഹീറോയിക് ട്രാജഡി അല്ലെങ്കിൽ ഹീറോയിക് ഡ്രാമാസ്? ഇതും റെസ്റ്റോറേഷൻ ഏജിൽ വന്നതാണ്. ഈ എന്താ പറയുക, ലവ്, വാർ, ഹീറോയിസം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിറങ്ങിയ നാടകങ്ങളായിരുന്നു ഹീറോയിക് ട്രാജഡി അല്ലെങ്കിൽ ഹീറോയിക് ഡ്രാമാസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഹീറോസ് കാണും, അവർ വളരെ നോബിൾ ആൻഡ് ബ്രേവ് ആയിരിക്കും. പിന്നെ ഇവർ ലവ് ആൻഡ് ഡ്യൂട്ടി അങ്ങനത്തുള്ള കോൺഫ്ലിക്റ്റുകൾ കാണും. അപ്പം ഈ ഫ്രഞ്ച് ഡ്രാമയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് ഹീറോയിക് ട്രാജഡീസിലും കാണാൻ സാധിക്കുന്നത്. ലാംഗ്വേജ്, ഡ്രാമയ്ക്കകത്തുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ ഡയലോഗ്സ് വളരെ ഗ്രാൻഡ് ആൻഡ് എലവേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ്. ഹീറോയിക് കപ്ലറ്റ് എന്നുള്ള റൈമിലാണ് ഇത് എഴുതിയിരിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ ഹീറോയിക് പ്ലേസ്. അതുകൊണ്ടാണ് ഇതിനെ ഹീറോയിക് ഡ്രാമാസ് എന്ന് തന്നെ വിളിക്കുന്നത്. ഓക്കെ, പ്ലോട്ടുകൾ ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടും എക്സാജറേറ്റഡ് ആയിട്ടും നമുക്ക് തോന്നും. പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കറേജിയസ് ആയിട്ടുള്ള, ലോയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ആയിരിക്കും. ലവിനെയാണ് കൂടുതൽ തീമായിട്ട്, ലവും വാറും ഒക്കെയാണ് തീമായിട്ട് വരുന്നത്. അപ്പം ഏറ്റവും നല്ല രീതിയിൽ ഹീറോയിക് ട്രാജഡീസ് എഴുതിക്കൊണ്ട റൈറ്റർ ജോൺ ഡ്രൈഡനാണ്. ഡ്രൈഡൻ്റെ ദ കോൺക്വസ്റ്റ് ഓഫ് ഗ്രാനഡ എന്നുള്ളതാണ് ഹീറോയിക് ട്രാജഡിയുടെ പെർഫെക്റ്റ് എക്സാമ്പിൾ. ഓക്കെ, പിന്നീട് ഇതങ്ങ് ഡിക്ലൈൻഡ് ആവാൻ തുടങ്ങി. ഹീറോയിക് ട്രാജഡീസ് കാണാൻ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. കാരണം അവർ കുറച്ചും കൂടി റിയലിസ്റ്റിക് ഡ്രാമയൊക്കെ പ്രിഫർ ചെയ്യാൻ തുടങ്ങി.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേ റൈറ്റ്സിനെ കുറിച്ചാണ്. ആൻഡ് ഓൾസോ ഹാഫ്ര ബെന്നിൻ്റെ കോൺട്രിബ്യൂഷൻസ്. ഇപ്പോൾ റെസ്റ്റോറേഷൻ ഡ്രാമയ്ക്കകത്ത് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പ്ലേ റൈറ്റ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഉണ്ടായിരുന്ന ഒരാളെന്ന് പറയുന്നത് വില്യം വൈഷേർലിയാണ്. സറ്റാറിക്കൽ കോമഡീസും ഒക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് പ്ലേ എന്ന് പറയുന്നത് കൺട്രി വൈഫ്. അത് ഈ അരിസ്റ്റോക്രാറ്റിക് പീപ്പിളിൻ്റെ ഇടയിലുള്ള ഇമ്മൊറാലിറ്റിയെക്കുറിച്ചാണ് ഈ ഒരു പ്ലേ കളിയാക്കിക്കൊണ്ട് എഴുതിയിരിക്കുന്നത്. അടുത്തത് ജോർജ് എത്രീജ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേ എന്ന് പറയുന്നത് ദ മാൻ ഓഫ് മോഡ്. അത് ഈ ഫാഷനബിൾ ക്യാരക്ടേഴ്സിനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലേ. വില്യം കോൺഗ്രീവിൻ്റെയും കോമഡി ഓഫ് മാനേഴ്സിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് ദ വേ ഓഫ് ദ വേൾഡ് ആണ്. പിന്നെ ജോൺ ഡ്രൈഡൻ വന്നു. ബോത്ത് ഹീറോയിക് ട്രാജഡീസും കോമഡീസും എഴുതി. പിന്നെ ഫസ്റ്റ് പ്രൊഫഷണൽ ഫീമെയിൽ റൈറ്റർ എന്ന് പറയാൻ പറ്റുന്ന ആൾ ആഫ്ര ബെന്നായിരുന്നു ഈ ഒരു ടൈമിൽ. അതായത് അവർ ആ സമയത്തുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ മറികടന്ന് അവർ ജീവിച്ചതെന്ന് വെച്ചാൽ ഈ റൈറ്റിങ്ങിലൂടെ ഉണ്ടാക്കിയ പൈസയിലൂടെയാണ്. അപ്പോൾ അവരുടെ വർക്ക്സിനകത്ത് ഫെമിനിസം, ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡർ റോൾസിനെയൊക്കെ ചലഞ്ച് ചെയ്യുക, സ്ത്രീകളുടെ എക്സ്പീരിയൻസിനെ ഹൈലൈറ്റ് ചെയ്ത് എഴുതുക എന്നൊക്കെ ഉള്ളതായിരുന്നു. ഇവരുടെ ഫേമസ് പ്ലേ എന്ന് പറയുന്നത് ദ റോവർ, ROVER, റൊമാൻസ്, അഡ്വെഞ്ചർ, ഇതൊക്കെയായിരുന്നു. ലവ്, ഫ്രീഡം, ഫീമെയിൽ ഡിസയറിനെ കുറിച്ചൊക്കെ അവർ എഴുതി. ഓക്കെ, അടുത്തത് അഗസ്റ്റൻ ഏജ് ആണ്. അഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത് 18th സെഞ്ച്വറിയിലെ ഇംഗ്ലീഷ് ലിറ്റററി പീരീഡിനെയാണ് നമ്മൾ അഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത്. അതായത് റോമൻ എംപറർ ആയിട്ടുള്ള അഗസ്റ്റസ് അദ്ദേഹത്തിനെ ഓർമ്മിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ റൂളിൻ്റെ സമയത്ത് വളരെ കൾച്ചറൽ റിഫൈൻമെൻ്റ് ആയിരുന്നു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ ഓർക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഏജിനെ നമ്മൾ അഗസ്റ്റൻ ഏജ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഒരു ഏജിൽ റീസൺ, ഓർഡർ, ബാലൻസ്, ഡിസിപ്ലിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരുന്നു. റൈറ്റേഴ്സ് എല്ലാവരും ക്ലാസിക്കൽ മോഡൽസ് ഓഫ് ഗ്രീക്ക് ആൻഡ് റോമൻ ലിറ്ററേച്ചറിനെ ഫോളോ ചെയ്തു. സറ്റയർ ആയിരുന്നു ഡോമിനൻ്റ് ആയിട്ടുള്ള ലിറ്റററി ഫോം. പിന്നെ ലിറ്ററേച്ചർ സൊസൈറ്റിക്കും പൊളിറ്റിക്സും മൊറാലിറ്റിക്കും ഹ്യൂമൻ ബിഹേവിയറിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. അർബൻ ലൈഫിനും മിഡിൽ ക്ലാസ് വാല്യൂസിനും ഒക്കെ ആയിരുന്നു സബ്ജക്റ്റായിട്ട് വന്നുകൊണ്ടിരുന്നത്. ക്ലാരിറ്റിയും പ്രിസിഷനും ഒക്കെ ഉണ്ടായിരുന്നു ലിറ്റററി വർക്ക്സിനകത്ത്. പോയട്രി എന്ന് പറയുന്ന ഹീറോയിക് കപ്ലറ്റിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. റൈറ്റേഴ്സ് എൻ്റർടൈൻ ചെയ്യാനും പിന്നെ അഡ്വൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും വർക്കുകൾ എഴുതി. പിന്നെ ഈ ഏജിനെ നമ്മൾ അഗസ്റ്റൻ ഏജിനെ മറ്റൊരു പേരിട്ട് വിളിക്കും നിയോ ക്ലാസിക്കൽ ഏജ് എന്ന്. കാരണം ആളുകൾ അല്ലെങ്കിൽ റൈറ്റേഴ്സ് ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ ഫോളോ ചെയ്തിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ ന്യൂ ക്ലാസിക്കൽ ഏജ് അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ ഏജ് എന്ന് വിളിക്കുന്നു. മേജർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അലക്സാണ്ടർ പോപ്പ്, ജൊനാഥൻ സ്വിഫ്റ്റ്, ജോൺ ഡ്രൈഡൻ ഈ ഒരു ഏജിലും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ എസ്സേയ്സ്, ജേർണലിസം, പീരിയോഡിക്കൽസ് ഒക്കെ ഫ്ലറിഷ് ചെയ്തൊരു ഏജായിരുന്നു. അപ്പോൾ പീരിയോഡിക്കൽസിന് എക്സാമ്പിൾ സ്പെക്ടേറ്റർ, ടാറ്റ്ലർ ഇതൊക്കെയായിരുന്നു. പിന്നെ സറ്ററിക്കൽ വർക്ക്സ് വന്നു. ഓക്കെ, ഇനി നമുക്ക് നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ ഫീച്ചേഴ്സ് നോക്കാം. അപ്പം നിയോ ക്ലാസിക്കൽ എന്ന് വെച്ചാൽ ഇവർ ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ ഫോളോ ചെയ്ത് അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിലായിരുന്നു അന്നത്തെ റൈറ്റേഴ്സ് എഴുതിക്കൊണ്ടിരുന്നത്, അഗസ്റ്റൻ ഏജിലെ റൈറ്റേഴ്സ് എഴുതിക്കൊണ്ടിരുന്നത്. സോ നിയോ ക്ലാസിക്കൽ പോയട്രി എംഫസൈസ് ചെയ്തത് എന്താണ്? റീസൺ അഥവാ ഈ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്, അല്ലാതെ ഇമോഷണൽ ആയിട്ടുള്ള പോംസ് ഒന്നും അല്ലായിരുന്നു. പോയറ്റ്സ് ക്ലാസിക്കൽ ലിറ്ററേച്ചറിൻ്റെ റൂൾസിനനുസരിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം അതായത് ഹീറോയിക് കപ്ലറ്റിലാണ് എഴുതുന്നത്. പോയട്രി എന്ന് പറയുന്നത് ഡൈഡാക്റ്റിക് ആയിരുന്നു. അതായത് ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി മാത്രമുള്ള പോയട്രി, ഉപദേശം മാത്രം, മോറൽ ലെസൺസിന് വേണ്ടി മാത്രം. സറ്റയർ ഉപയോഗിച്ചിരുന്നു. പോയറ്റ്സ് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. നമ്മൾ കുറച്ച് ഇമോഷണലി അല്ല കണ്ടത്, ലോജിക്കലിയും റാഷണലായിട്ടും ഒക്കെ നേച്ചറിനെ കാണാൻ തുടങ്ങി. ഹ്യൂമൻ ബിഹേവിയറും സൊസൈറ്റിയൊക്കെ ആയിരുന്നു തീംസായിട്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നെന്തായിരുന്നു? അലക്സാണ്ടർ പോപ്പാണ് ഗ്രേറ്റസ്റ്റ് നിയോ ക്ലാസിക്കൽ പോയറ്റ്. അദ്ദേഹവും ഹീറോയിക് കപ്ലറ്റിലാണ് എഴുതിയത്. പിന്നീട് വരുന്നത് ജോൺ ഡ്രൈഡൻ. നെക്സ്റ്റ് വരുന്നത് എന്താണ് മോക്ക് എപ്പിക്? അത് ഈ അഗസ്റ്റൻ ഏജ് അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ വരുന്ന ഒരു ജോണറാണ് മോക്ക് എപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ മോക്ക് എപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോം ഓഫ് ലിറ്റററി വർക്കാണ് മോക്ക് എപ്പിക്. മോക്ക് എന്ന് വെച്ചാൽ എന്താ? കളിയാക്കുക. അതായത് എപ്പിക് പോയട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ രാമായണ, മഹാഭാരത ഇതൊക്കെ നമുക്ക് എപ്പിക് പോംസ് എന്നാണ് പറയുന്നത് നമ്മൾ, മഹാകാവ്യങ്ങൾ. അതിൻ്റെയൊക്കെ സബ്ജക്റ്റ് മാറ്റർ വളരെ സീരിയസ് ആയിരിക്കും അല്ലേ, വളരെ ലോങ് ആയിട്ടുള്ള പോംസാണ്. അപ്പോൾ ഈ എപ്പിക്കിനെ കളിയാക്കിക്കൊണ്ട് എഴുതുന്നതാണ് മോക്ക് എപ്പിക് എന്ന് പറയുന്നത്, MOCK.
അതായത് എപ്പിക് പോയിട്രിയുടെ സ്റ്റൈലിനെ ഇമിറ്റേറ്റ് ചെയ്യും, പക്ഷേ വളരെ റിഡിക്കുലസ് ആയിട്ടുള്ള, വളരെ സില്ലി ആയിട്ടുള്ള സബ്ജക്റ്റ് മാറ്റേഴ്സ് ആയിരിക്കും ഇവർ കവിത പോലെ എഴുതി വെക്കുന്നത്. അതായത് ചെറിയ ചെറിയ ഇവൻറ്റുകളെ വളരെ ഗ്രാൻഡായിട്ട് എഴുതി ഫലിപ്പിക്കുന്നതിനെയാണ് നമ്മൾ മോക്ക് എപ്പിക് എന്ന് പറയുന്നത്. ഭയങ്കര വലിയ ലാംഗ്വേജിലായിരിക്കും എഴുതുന്നത്. മോക്ക് എപ്പിക്ക് തുടങ്ങുന്നത് തന്നെ ഒരു ദൈവത്തിനെ വിളിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇൻവോക്കേഷൻ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണും, ഹീറോയിക് ബാറ്റിൽസ് കാണും, അല്ലേ? പിന്നെന്താണ്, നിയോ ക്ലാസിക്കൽ പീരീഡിലാണ് മോക്ക് എപ്പിക്ക് പോപ്പുലർ ആയത്. അലക്സാണ്ടർ പോപ്പാണ് ഇതിനെ പെർഫെക്റ്റ് ചെയ്തെടുത്തത്. അദ്ദേഹത്തിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോക്ക് എപ്പിക്കാണ് ദ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്നത്. ലോക്ക് എന്ന് വെച്ചാൽ തലമുടി, LOCK ലോക്ക്. അപ്പോൾ അതായത് ഒരു സ്ത്രീയുടെ തലമുടി വെട്ടുന്നു, അതിനെ ചൊല്ലി ഉണ്ടാകുന്ന അടിപിടി, അതിനെക്കുറിച്ചൊരു പോയം എഴുതിയിരിക്കുന്നതാണ് മോക്ക് എപ്പിക്ക്, ഈ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്നത്. ഒരു ലേഡിയിലെ ലോക്ക് ഓഫ് ഹെയർ കട്ട് ചെയ്യുന്നു, അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നു. അപ്പോൾ പോപ്പ് ശരിക്കും പറഞ്ഞാൽ അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റിയുടെ ആർട്ടിഫിഷ്യാലിറ്റിയാണ് ഇതിനകത്ത് കളിയാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ എപ്പിക് പോയട്രിക്കകത്തൊക്കെയാണ് നമ്മൾ സാധാരണ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം കളിയാക്കിക്കൊണ്ട് എഴുതുന്നുണ്ട്, ഇതിനകത്തും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെന്താണ്, കുറച്ച് ഹ്യൂമറസ് ആയിട്ടായിരിക്കും ഇതിനകത്ത് എഴുതുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡ്രൈഡൻ്റെയും പോപ്പിൻ്റെയും ലിറ്റററി കോൺട്രിബ്യൂഷൻസ് ആണ്. ഡ്രൈഡൻ എന്ന് പറയുന്ന റെസ്റ്റോറേഷൻ ഏജിലൊരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. നമ്മൾ നേരത്തെ നോക്കി, ഹീറോയിക് ഡ്രാമാസ് എഴുതിയിട്ടുണ്ട്, ട്രാൻസ്ലേഷൻസ് ഉണ്ട്, സറ്റയർ ഉണ്ട്, ഹീറോയിക് പോയിട്രി ഉണ്ട്, ക്രിറ്റിസിസം ഉണ്ട്, അല്ലേ? ഹീറോയിക് കപ്ലറ്റ് കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത ഡ്രൈഡനാണ്. അദ്ദേഹത്തിൻ്റെ ഹീറോയിക് ട്രാജഡീസ് ഏതൊക്കെയാണെന്ന് നമ്മുടെ കോൺക്വസ്റ്റ് ഓഫ് ഗ്രാനഡ വരുന്നുണ്ട്, പിന്നെ ഓൾ ഫോർ ലവ് എന്നുള്ള മറ്റൊരു വർക്കും ഉണ്ട്. അദ്ദേഹം ഈ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിനെയൊക്കെ കളിയാക്കിക്കൊണ്ടും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടും എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സറ്റയറാണ് അബ്സലം ആൻഡ് അക്കിറ്റോഫൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എസ്സേ ആണ് ആൻ എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസി എന്ന് പറയുന്നത്. അത് ഈ ഡ്രാമയെക്കുറിച്ചാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പഴയ റൈറ്റേഴ്സ് ആയിട്ടുള്ള വിർജിലിൻ്റെ വർക്കുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലാസിക്കൽ റൈറ്റർ ആയിട്ടുള്ള വിർജിലിൻ്റെ വർക്കുകൾ. അതുപോലെ തന്നെ എന്താണ്, ലാംഗ്വേജ് വളരെ ക്ലിയർ ആണ്. പിന്നെ ഡ്രൈഡൻ കുറച്ചുകൂടി പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് പോംസ് പിന്നീട് എഴുതാൻ തുടങ്ങി. ഇദ്ദേഹമായിരുന്നു ഇംഗ്ലണ്ടിലെ ഫസ്റ്റ് ഒഫീഷ്യലായിട്ടുള്ള പോയറ്റ് ലോറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിനെ നമ്മൾ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് വിളിക്കുന്നു, മറന്നു പോകരുത്. ഇനി അടുത്തത് അലക്സാണ്ടർ പോപ്പ്, അഗസ്റ്റൻ ഏജിലെ ഗ്രേറ്റസ്റ്റ് പോയറ്റാണ്. ഹീറോയിക് കപ്ലറ്റിനെ പെർഫെക്റ്റ് ചെയ്തു. മോക്ക് എപ്പിക്കിൻ്റെ പേരെന്താണ്, ദ റേപ്പ് ഓഫ് ദ ലോക്ക്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കാണ് ദ ഡൺസിയാഡ് എന്ന് പറയുന്നത്. ഡൺസിയാഡിനകത്ത് ഈ ഡള്ളായിട്ട് എഴുതുന്ന റൈറ്റേഴ്സിനെയൊക്കെ കളിയാക്കിക്കൊണ്ട് എഴുതുന്നൊരു വർക്കാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പോവമാണ് എസ്സേ ഓൺ ക്രിറ്റിസിസം. പിന്നെ മറ്റ് എസ്സേ ഓൺ മാൻ എന്നും പറഞ്ഞ് ഒരു വർക്ക് എഴുതിയിട്ടുണ്ട്. ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച്, യൂണിവേഴ്സിനെ കുറിച്ചുമാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹവും എന്താണ്, പഴയ വർക്ക്സിനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലോട്ടാക്കിയിട്ടുണ്ട്. അതായത് ദ ഇല്ലിയഡ്, ദ ഒഡിസി പോലെയുള്ള എപ്പിക്കൽ വർക്ക്സിനെയൊക്കെ എപ്പിക് വർക്ക്സിനെയൊക്കെ ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലോട്ട് ആക്കിയിട്ടുണ്ട്. വളരെ പോളിഷ്ഡ് ലാംഗ്വേജിൽ എഴുതുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആരുടെ വർക്ക്സ് എന്ന് പറയുന്നത്. ഗ്രേറ്റസ്റ്റ് സറ്ററിക്കൽ പോയിറ്റാണ് ആരെന്ന് പറയുന്നത്, അലക്സാണ്ടർ പോപ്പ്.